ശ്രീരാമ കഥാസാഗരം. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ, കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും. ശ്രീരാമ കഥാസാഗരം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുരു വിശ്വരൂപം പ്രണമ്മിതുഞ്ചത്തെഴുമാര്യപാദം തൊഴുന്നേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമ നാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ. ശ്രീരാമ ചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ. ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടിവണ്ണമരുൾ ചെയ്താൻ. ബാലകന്മാരെ പോകാമിതിലാപുരിക്കു നാം. കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പൊക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിരുന്നതു കേട്ട നേരം മനസ്സിൽ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകാമഹീപതി സംഭ്രമാസമന്യുതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടെ ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദം പൂർവം പൂജിച്ചാധാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു പന്നിച്ചിടനാ ജഗദേശ. സുന്ദരന്മാരാമിവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരാപദേ. വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗൻ രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നിടിനേനിതുകാലം. കടകം ബുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടിതു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പൊക്കുയാക. ആടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജസ്പടി കൊണ്ടഹല്യതൻ ചാപവും നശിച്ചിതു പാവനയാക്കിയിടിനാൻ. പരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീയതു കാട്ടിയിടണം. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരായോഗ്യന്മാരാം രാജപുത്രന്മാരൊക്കെ ഉൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനകനും. തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണാം ഈശ്വരനുടെ ചാപം എന്നതു മന്ത്രി പ്രവരൻ നട കൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശാരഥി. പില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചിടിൽ വല്ലഭനിവൻ മമ നന്ദനേക്കൊന്നു നൂനം. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവിതെനിക്കിപ്പോൾ വില്ലിഹ വന്നിരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി.
കിങ്കരന്മാരെ നിയോഗിച്ചിതു കവീന്ദ്രനും ഹുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും. സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാതന ചാപമെടുത്തു കൊണ്ടുവന്നാർ. ഗണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചാപവഞ്ചനം. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമ ചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്നിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാം ആകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നു കൂടിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്നം മന്നം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച ചേതസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരമിഴരു ലോകങ്ങളും ഒന്നു മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം. ഉത്സാഹം കൈക്കൊണ്ടു വിശ്വശരനുടെ വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ടാൻ. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി കാടാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിച്ചച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാതരാൽ മന്നം മന്നം മർണോജ നേത്രൻ മുമ്പിൽ ശസ്ത്രഭം വിനീതയായി. വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ത മാലയുമിട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഭൂമിനന്ദനനുരൂപനായി ശോഭിച്ചിടും ഭൂമിയാലകാബാലൻ തന്നെ കണ്ടവർകളും. ആനന്ദാംബുദി തന്നിൽ വീണുടൽ മുഴുകിനാൻ മാനവാവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാൻ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്നിച്ചു ചൊന്നാനീ കാലത്തെ കളയാതെ. പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. ദശരഥഗമനം. വിശ്വാമിത്രനും മിഥിലാധിപന്താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷവൃത്താന്തങ്ങൾ എഴുതി അഴിച്ചിതു വിശ്രമത്തോടു നട കൊണ്ടിതു ദൂതന്മാരും. സാകേതാപുരി പുക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ തയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടു ഭക്തി സുന്ദനന്ദാനോവിനി സന്ദേഹമില്ല പുറപ്പെടുകന്നുരാ ചെയ്തു. അഗ്നിമാനുപദയനാകിയ വസിഷ്ഠനും ഭക്തിയാമരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി. ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യ വാദ്യഘോഷങ്ങളോടും. മിഥിലാപുരാമകം പൊക്കിതു ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നതീരേറ്റു കൊണ്ടാൻ. വന്നിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്യനാം വസിഷ്ഠനെ തതനു പത്നിയെയും. അർഘ്യപാദ്യാദികളിൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചതു യഥാ യോഗ്യമുർവീന്ദ്രൻ താനും. രാമലക്ഷ്മണന്മാരും വന്നിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യ പാദാംജവും. തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമ പാദാംബുജ മനോജന്മാർ. തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണ പാദാംബുജം. പക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണേനെയും ഗാഢശ്ലേഷവും ചെയ്തിടിനാം. ജനകൻ ദശരഥൻ തന്നെ കയ്യും പിടി ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. സീതാവിവാഹം. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി
4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പോരു മണ്ഡപമതും തീർത്തു. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാ രത്നമണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി. രത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത്യ. ശ്രീരാമപാദാംബോജം കഴുകിച്ചനന്തരം മേരുദുന്ദുബി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൽപുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകാമഹീന്ദ്രനും. തൽപാദ തീർത്ഥം നിജ ശിരസി ധരിച്ചുടെ ഉൾപ്പുളാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശാവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഭരതലക്ഷ്മണ ശത്രുഘ്ന വിവാഹം. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമാങ്കിമാരാൻ ശ്രുതു കീർത്തിയും മാണ്ഡവിയും. ഭരത ശത്രുഘ്നന്മാർ തന്നെ ഭക്തിമാരായി പരമാനന്ദം കൊണ്ടു വസിച്ചാരെല്ലാവരും. കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദാസ്മിതാപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധാർത്ഥമായുഴുതപ്പോൾ ലേഖതാ സീത മധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേനതു മൂലം. പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കെ ലത്ര നാരദനെഴുന്നള്ളിനാനൊരു ദിനം. എന്നോടു മഹാമുനി താനരുൾ ചെയ്തപ്പോൾ നിന്നുടെ മകളായ ശ്രീതവൃത്താന്തങ്ങൾ നീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ. ദേവകാര്യാർത്ഥം ഭക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്രാവിധി ജരുദ്രാദികളർത്തിക്കയാൽ ഭൂമിയിൽ സൂര്യോന്നയെ വന്നവതരിച്ചിതു. രാമനായി മായാഭർത്യ വേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായ ദേവിയും മനുഷ്യാവേഷത്തോടെ. ജാതയായിതു തവാവേശ്മിനി തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതെ. ഇത്തന്നാരദനരുളി ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൊണ്ടു ഞാനും. സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നക വിഭൂഷണൻ തന്നനുഗ്രഹശക്തിയ. മൃത്യുശാസനാജാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതുമൽ പുത്രിക്കെന്നൊരു പണം. ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ലതീനെന്നു പ്രതിപാലകന്മാരും. ഉദ്ധതാഭാവാമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാമുൽപ്പല നേത്രൻ തന്നെ തൊൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പകാസമാനായാൽ ചിൽപുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞു ചെയ്തിതു ജനകനും. ആദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഗദ്യോദായുധ സഹസ്രോദാരൂപത്തോടും. ഗദ്യോദന്നയെ പിറന്നൊരു നിന്തിരുവടി വിദ്യുൽ സംയുക്തമായ ജീമൂതമെന്ന പോലെ. ശക്തിയാ ദേവിയോടും യുക്തയായി കാൺക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജാചരണാഗ്രസന്തതം മമ ഭക്തി സംഭവിക്കണം മുക്തിയും ലഭിക്കണം. തൊൽപാദാംബുജകളിതാംബു ബിന്ദുക്കൾ ധരി ചുൽബലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. തൊൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കവേ സംഹരിക്കുന്നു. തൊൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടു സൽപുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രം പദം. തൊൽപാദാംബുജാരജസ്പടി കൊണ്ടഹല്യയും വിൽഭിഷത്തോടു വേറുപെട്ടു നിർമ്മലയായാൾ. തിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവും അകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ഇത്തമോരൊന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരികളറു 100,000 തേരും
തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000. പതിയും 1,00,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനാഭരങ്ങളും. സീതാദേവിക്കു കൊടുത്തിടനാഞ്ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധി നന്ദന പ്രമുഖന്മാരാ മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിതു സുമന്ത്രാതിമന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. അയോധ്യയാത്ര. കൽമഷമകർന്നൊരു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലാഗാത്രിയായ പുത്രിക്കു പതിവൃത ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. ചിന്മയൻ മായാമയനായ രാഘവൻ നിജ ധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനക വേദി ദുര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ. ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസപരിപൂർണ വേഷങ്ങളോടും. ആനതേർ കുതീരകാലാളായ പടയോടും ആനന്ദമോടും പിതൃമാത്യഭ്രാതാക്കളോടും. കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യമാത്യാദികളോടും. വേഗമോടയോധ്യക്കം മറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞിതേ. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്ര അയച്ചോരനന്തരം. വെൺകറ്റ കുടാതഴ വെഞ്ചാമരങ്ങളോടും തിങ്കൽ മണ്ഡലം തൊഴുമലവട്ടങ്ങളോടും. ചെങ്കൊടി കൂറകൾ കൊണ്ടങ്കിതാജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും. നടന്നു വിരവോടു 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. പരശുരാമനും ശ്രീരാമനും. അന്നേരം വസിഷ്ഠനെ വന്നിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൽ. മന്നവ കുറഞ്ഞൊരു വിധിയുണ്ടാകും ഇപ്പോൾ, പിന്നീടാം അഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും. ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ, ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധി സുതനരുളി ചെയ്യും നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവേനെയും. നീലനീരത നിപ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബാന്ധവനലാസമൻ. ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ. ബന്ധസാന്ത്വനം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി ഭക്തിരഥൻ മാർഗവാരാമൻ തന്നെ പേർത്തു വന്നിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യരെ പരിത്രാഹി മാന്തബോധിതേ, മാർത്താണ്ഡ കുലം പരിത്രാഹി കാരുണ്യാംബുദേ. ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജഗദഗ്നി, പുത്രമാം പരിത്രാഹി രേണുകാത്മജാ വിഭോ. പരശുപാണേ പരിപാലയ കുലം മമ, പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദ്ദായ തീർത്ഥ രക്തതീർത്ഥത്തിൽ കുളി ശാസ്ത്രയാ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ. കാത്തുകൊള്ളുക തപോ വാരിതേ ഭൃഗുപതേ, കാൽത്തലീലിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശേതരൻ ചൊന്നതറിയാതെ ബന്ധരോഷേണ അഗ്നിജാലവും ഇടും വണ്ണം. വക്ത്രവും മധ്യാർക്കണ്ട മണ്ഡലം പോലെ ദീപ്യ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമാനി ത്രിഭുവനത്തിങ്കൽ, മാനവനായ ഭവൻ ക്ഷത്രിയനെന്നാകിലോ. നില്ല രക്ഷണം എന്നോടു യുദ്ധം ചെയ്യുവാൻ, വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭവുമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവാചാപം ഗണ്ണിച്ചതെൻ്റെ, കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലാജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്യുവാൻ. അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതു ഡില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞില്ലേ, ശത്രുത്വം നമ്മിൽ പണ്ടേയുണ്ടെന്ന് ഓർക്കാം. രേണുകാത്മജേനവം പറഞ്ഞോരനന്തരം ടോണിയും പരാമൊന്നു വിറച്ചു ഗിരികളും. അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയോമൊന്നു കലങ്ങി മറിഞ്ഞിതു. എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും
ചിന്ത പൂണ്ടുഴന്നിതു താപസാവരന്മാരും. ഭക്തിസുന്ദനൻ വിധി കൊണ്ടു വേപതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരീഞ്ചാതനേയനും. മുക്തഭാവവും പൂണ്ടു രാമനാകുമാരനും ഹൃദനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ അല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയാമവർക്കെന്തോന്നുള്ള ദൂതബോധിതേ ശാസ്ത്രമാകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു. വടി തിരുവുള്ളത്തിലേറുന്നതി അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണ ബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കയും ചെന്നേൻ ശാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല, ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല തിരുവടിയുടെ ചിന്തിതാമതുമൂലം. വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാക വേണ്ട. സുന്ദരൻ സുകുമാര നിന്നിരാവതി രാമൻ കന്ദർപ്പ കളേബരൻ കഞ്ചലോചനൻ വരൻ ചന്ദ്രചൂടാരാവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദരാകേന്ദ്ര മുനി വൃന്ദവന്ദിതൻ ദേവൻ. മന്ദഹാസവും പൂണ്ടു വന്നിച്ചു മന്നേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി. ഇന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണാമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിനൂജിതശ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാനിതേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ, ഭാർഗവരാമാലക്ഷ്യം കാട്ടി തന്നിട വേണം. പരശുരാമസ്തുതി. ശ്രീരാമാവചനം കേട്ടന്നേരം ഭാർഗവനും മാരൂടാനെന്നാമതീനുത്തരാമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹു ജാനകീപദേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമ രമണ രഘുപദേ. ശ്രീരാമ രാമ പുരുഷോത്തമാദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്ലയ ഹേതുമൂർത്തേ. ശ്രീരാമ ദശരഥാനന്ദന ഋഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജാവിലോചന കാരുണ്യവരാനിധേ. ചക്രതീർത്ഥത്തിങ്കിൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാൻ തപസ്സു കൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനോദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ. മാധവൻ പ്രസാദിച്ചു മൽപുരോ ഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ടോത്തിഷ്ട ബ്രഹ്മൻ ദുഷ്ടോഹം തപസതേ സിദ്ധിച്ചു സേവാബലം നിനക്കെന്നറിഞ്ഞാലും. മത്തോജോ യുക്തൻ ഭവാൻ എന്നതും അറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗോപതേ. കൊല്ലണം പൃഥുഹന്തവാകിയ ഹേയേനനെ ചൊല്ലഴും കർത്തവീര്യാർജുനനാ നൃപേന്ദ്രനെ. വല്ല ജാതിയും അവൻ മൽക്കലാം സജനല്ലോ, വല്ലബന്ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയ വംശാമിരൂപത്തൊന്നു പരിവൃത്തി യുദ്ധനിഗ്രഹിച്ചു കൗശബനൂദാനം ചെയ്യാം. പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപി ശുദ്ധമായ തപോനിഷ്ഠയാ വസിച്ചാലും. പിന്നെ ഞാൻ ത്രതായുഗ ഭൂമിയിൽ ദർശരഥൻ തന്നുടേ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാൻ തമ്മിലെന്നാൽ എന്നുടേ തേജ സന്യൂനം ദശരഥി തന്നിലാക്കിയിടുക നീ. പിന്നെയും തപസ്സു കൊണ്ട ബ്രഹ്മപ്രളയാന്താം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാദാം. ഇന്ദിരുവടി തന്നെ വന്നവതരിച്ചതു പ്രങ്കിസുന്ദരസുതനല്ലോ നീ ജഗൽപതേ. എങ്കിലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാദി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്കണേ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവഞ്ചക
സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമാജന്മം, മുന്നം ചെയ്തൊരു സഭ സാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടു കിട്ടിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം. അജ്ഞോത്ഭാവങ്ങളാം ജന്മാദി ഷഡ്ഭാവങ്ങൾ സുജ്ഞാന സ്വരൂപന നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാപരിപൂർണനായിരിപ്പൊറു നിർവാണ പ്രദേനല്ലോ നിന്തിരുവടി പാർത്താൽ. അഗ്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാവായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തമായ സംവൃതം ലോകമോർത്താൽ താവൽ പര്യന്തമറിയവല്ലഭവത്തത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും സ്വത്സവാരതന്മാരാ മനുഷ്യർ മെല്ലെ മെല്ലെ. തന്മയാരചിതമാം സംസാര പരവശം നന്മറുകരയേറിയിടുന്നതു കാലം കൊണ്ടേ. ത്വജ്ഞാനപരന്മാരാ മനുഷ്യജനങ്ങൾക്കു ജ്ഞാനം നീക്കുവൊരു സൽഗുരു ജപിച്ചിടും. സൽഗുരുവെങ്കിൽ നിന്നൻപോടു വാക്യജ്ഞാന മുൾക്കാമ്പിൽ ഉദിച്ചിടും തൊൽപ്രസാദത്താലപ്പോൾ. കർമ്മബന്ധത്തിങ്കൽ നിന്നാശുവേർപ്പെട്ടു അവ ചിന്മയ പദത്തിങ്കൽ അഹന്താലയിച്ചിടും. തൊൽഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കായില്ലയല്ലോ. വിജ്ഞാനാജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊൽബോധം മമ സിദ്ധിക്കണം. ആകയാൽ തൊൽപാദ പത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദശാരദേ നമസ്തേ സദാംബദേ നമസ്തേ വേദാപദേ നമസ്തേ ദേവാപദേ നമസ്തേ മഹാപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമാപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാപ്തേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര. സന്തതം നമോസ്തുതേ ഭഗവൽ നമോസ്തുതേ ചിന്മയേ ഭവച്ചരണഭുജം നമോസ്തുതേ. സർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യ മൊക്ക നിൻ വർണ്ണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മനഹാസവും ചെയ്തു ഭാർഗവനോടു ചെന്നാൻ. സന്തോഷം പ്രാപിച്ചേ നിന്നിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചത് നലവയെല്ലാം തന്നെ. പ്രീതി കൈക്കൊണ്ടു ജലദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥ പുത്രനോടരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദവൽമങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവ രഘുപതേ രാമകാരുണ്യാംബുദേ. ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായ തത്വജ്ഞാനായിടണം വിശേഷിച്ചും. മൃത്യുവന്നടുക്കുമ്പോൾ തൊൽപാദംബുജസ്മൃതി ചിത്ത സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിനാ ഭക്തി പൂണ്ടു രേണുകാതനേയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നോ മഹേന്ദ്രജലം ബുക്കിയിടിനാൻ. അയോധ്യവാസം. ഭൂപതി ദശരഥൻ തന്നൻ താനതി സന്തുഷ്ടനായി താപവും അകന്നു തൻ പുത്രനാം രാമൻ തന്നെ. കാടമാശേഷം ചെയ്താനെന്ന ശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധി നന്ദനാനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന അയോധ്യയിൽ സ്വസമാനസനായി വാണിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജഭാര്യന്മാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാലെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിമായ മാനുഷവേഷം കൈക്കൊൾ താനന്ദം പൂണ്ടു വസിച്ചിടിനാനനോദിനം. കൈകയാ നരാധിപനാകിയ യുധാജിത്തും കൈകയി തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചൊൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവിടും ശത്രുഘ്നനോടും കൂടി സാദരം വരദനെ പോവാനായി നിയോഗിച്ച ആദരവോടു നടന്നിരിരാരവർകളും. മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ടു വസിച്ചിടിരാരതുകാലം. മൈഥിലിയോടും നിജാനന്ദനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൻ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജ ഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ.
ഭാഗേതാപുരി തന്നെ സുഖിച്ചു വാണിയിടിനാൻ. ഭാഗശാസനമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു. തന്നെ മായാദേവിയാകിയ സീതയോടു ഒന്നിച്ചു വണാൻ അയോധ്യപുരി തന്നിലന്നേ. അധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദത്തിൽ വലകാണ്ഡം സമാപ്തം. പൂർവൻ രാമതപോവനിഗമനം മത്വാമൃതങ്കാഞ്ജനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം വാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിമർദ്ദനം പശ്ചാരാവണ കുംഭകർണവധം വേദത്യ രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസ്യ രഘുനാഥായ നാഥായ സീതായ പതിതേ നമഃ. ശ്രീകാശി പുരുഷോത്തമാവതിരികായുവതിയകൈതാരകാഗോകർണം മലകാളകരി മധുര കാമാക്ഷി രാമേശ്വരം ശ്രീരംഗം കമലാലയം അരുണഗിരിം ശ്രീകുംഭകോണാലയം ചേതാരണ്യം പുരഞ്ജിതം ചേതാരണ്യപുരം ജിതം മോക്ഷായ കൈകൂപ്പി ഞാൻ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ടം വാദാത്മജം വാനരയുധം മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യത്യം സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീരാമ കഥാസാഗരം. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും. ശ്രീരാമ കഥാസാഗരം.